ഇന്നത്തെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശിവസൗകര്യം അതെല്ലാം ഉണ്ട്. പിന്നെ നല്ലൊരു ക്ലാസ് എടുക്കുന്നത് ബാബു മാഷം ഫ്രീ ആണ്. നല്ല ഫ്രീ ആണ്. ഏത് സ്കൂളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ കൃഷ്ണപൂരി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഊട്ടിയില് ഞാനും വൈഫും മോനും കൂടെ പോയതാണ്. ഊട്ടിയിൽ പോയിട്ട് മോൻ കോയമ്പത്തൂർ വർക്ക് ചെയ്യുമ്പോൾ അവിടെ വണ്ടി എടുത്തിട്ട് പോയതാണ്. പിന്നെ അവിടെ ഇങ്ങനെ ലേക്കിൻ്റെ ഏരിയ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മോൻ ഒരു എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി വന്നു. നോക്കുമ്പോഴേക്ക് നമ്മുടെ നമ്പൂരി വട്ടന്മാർ റെയിൽവേയിൽ കിട്ടിയിട്ട് അവിടെ അന്നേരം ആ കിട്ടിയ സമയത്ത് ട്രെയിനിങ് നടക്കുന്ന ഞാനൊരു നമുക്ക് പ്രത്യേക ലീവ് എടുക്കലോ ഒന്നുമില്ല. എല്ലാ ദിവസവും ഫ്രീ ആണ്. നമ്മൾ അന്നത്തെ കൂടിച്ചല്ലോ അങ്ങനെ പെട്ടെന്ന് തീരുമാനാക്കി നേരെ പയ്യൊരു ടൗൺ വെഡിങ് ആവാന്നല്ലോ. ടോപ്പ് ഫോം എന്ന് പറഞ്ഞു ബോയ്സ് സ്കൂൾ ഓപ്പോസിറ്റ് അവിടെ തീരുമാനാക്കി വേഗം വേഗം അത് എല്ലാവരും ചേർന്ന് അങ്ങനെയാണ്. ആരെയും ക്ഷണിച്ചിരുന്നില്ല. നമ്മളെന്നെ ഞാനുണ്ട് പറഞ്ഞ എല്ലാവരും അന്ന് കുറച്ചാൾ വന്നു. അത് സൗകര്യപ്പെടുന്ന നല്ല ഫുഡും കിട്ടും. ഒരു ഹോള് ഉണ്ട്, മുള്ളു ഹോള്. മറ്റേ നോമ്പ് സമയത്തുകൊണ്ട് ഭക്ഷണം വരെ വൈകുന്നേരം ആയിട്ട് അവിടെ നമുക്ക് ഫ്രീ ഫീൽഡത്ര ഫുഡല്ലപ്പാ, എല്ലാം ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത്. അതാ സൗകര്യം. ഈ പാത്രങ്ങളൊക്കെ മുഴുവൻ ബുദ്ധിമുട്ട് വേണം. പിന്നെ എല്ലാ പണിക്കാരെ ഏൽപ്പിച്ചാൽ അതിൻ്റെതായ ഒരു തൃപ്തി കിട്ടൂല. അതുകൊണ്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്കും. അപ്പോൾ നമ്മൾ എത്ര പൈസ കൊടുത്ത് പരിപാടി കൊടുത്തിട്ട് തീർച്ചയായിട്ടും റെയിൽവേ സ്റ്റേഷൻ്റെ വണ്ടിയെങ്കിലും സ്റ്റാളിൽ നിന്ന് കുപ്പികൾ മേടിക്കുന്നതാണ്. പൈസ ഇപ്പൊ ഓക്സിജൻ പാർലർ വരുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ എത്തിയാൽ നല്ല 2 ശ്വാസം കഴിക്കാൻ വേണ്ടി ഓക്സിജൻ പാർലർ വരുന്നുണ്ട്. ബോംബെയിൽ വന്നു അല്ല പറഞ്ഞത്. നമുക്ക് എത്ര പെട്ടെന്നാണ് മാറുന്നത്. ഡെവലപ്പ് ഇത് ഈ കുട്ടികളെത്ര ശരിക്കും നമ്മളൊരു നമ്മള് ഇവിടെ വാല്യുവേഷൻ ഉണ്ടായി രാജാസിന്. അപ്പൊ നമ്മള് ചോറിന് കോഫി ശാന്തി ഉണ്ടായി. ചോറിനോട് നമ്മൾ 4 ഞാൻ ചോറ് വാങ്ങിയില്ല. ഫസ്റ്റ് ചോറിനെ അയാൾക്ക് കൊടുത്ത ചോറിന് അയാൾക്ക് ഭയങ്കര ഗൗരവത്തിലാണ്. നിങ്ങൾക്ക് ചോറ് പറഞ്ഞാൽ മതി, അയാളെ ചോറ് തരുമെന്ന് പറയണ്ട. സാധാരണ മാഷി എല്ലാ ചുണ്ടനുണ്ട് കച്ചവടത്തില് അയാൾക്ക് പഞ്ചാര കട്ടനാണ്. പഞ്ചാര 1/2 ഗ്ലാസ് പഞ്ചാര. എന്നിട്ട് മറ്റാൾ കയ്യന്നെ കുട്ടികൾ ജയമോഹൻ മാളവ്യ പേര് കയ്യന്റെ ഈ ഏട്ടന്മാരൊക്കെ വരും. ഏട്ടുണ്ടാവും ഒന്നിച്ചിരി ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവില്ല. പക്കാ ദോസ്ത. ഇതേ കട്ടൻ വരും. അതിനെ നോക്കും. മറ്റൊന്ന് 1/2 ഗ്ലാസ് പഞ്ചസാരയും അതിങ്ങനെ ഇളക്കി മറ്റേ ചായക്കട പണിയും ഇപ്പൊ ഇത് കാണുന്നുണ്ട്. ഞാൻ മിഞ്ഞാന്ന് നോക്കി. അപ്പൊ കഴിഞ്ഞ ദിവസം നാരായണ മാഷടുത്തും പത്മ ടീച്ചറടുത്ത് പോയി. നന്ദി ടീച്ചറടുത്ത് ടീച്ചർ 2 ആഴ്ച ഇപ്പുറത്തായിട്ട് വാട്സപ്പ് മൊത്തം പോയിട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറവാണ് പൊതുവെ നോക്കൽ. നമ്മളെ ഈ റിട്ടയർഡ് ടീച്ചേഴ്സിന്റെ നോക്കലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കാണുന്നു ഗ്രൂപ്പില്. വാട്സപ്പ് വർക്കിങ്ങിന്റെ പിന്നെ
നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും ഇപ്പം എല്ലാ സ്ഥലത്തും വരാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇത് മറ്റുള്ളവർക്ക് ഇത് കാണാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഓരോ കൊല്ലത്തിലെ ആളറിഞ്ഞു പക്ഷെ നമ്മളെ ആ തലമുറയിലും തീർന്നു. ഇനിയും 1-2 ആൾക്കാർ മാത്രമേ ഇല്ലൂ ആടാ. ബാക്കി എല്ലാം പുതിയ തലമുറ. ഞാൻ സ്കൂളിൽ പോയാല് ആൾക്ക് കുറെ ആരും വന്നിട്ട് ഓഫീസിൽ നിങ്ങൾ വേണം പറയാം. കുറെ കൊല്ലായില്ലേ പറഞ്ഞു. നമ്മളിപ്പോ 2-3 കൊല്ലമായില്ലൂ. ആ തലമുറയെ പോയി. ഇനി നമ്മൾ അറിയുന്നവരില്ല. വന്നിട്ട് എൺപത്തിനാലിലായിക്കല്ലേ? ഏത് 84 എന്ന് പറഞ്ഞു? പക്ഷെ നിങ്ങൾ 2ാം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമല്ലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പോകുന്നു? ടെൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവളുടെ ഡിഗ്രി ചെയ്യുന്നത്. അത്രയും ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ BEd പഠിക്കുന്നത് ഒന്നിച്ചിട്ട്. അപ്പൊ കല്യാണം കഴിയുന്നതിന് മുമ്പിൽ നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തല്ലേ? അന്ന് പിന്നെ ഈ BEd ബ്രേക്കുന്ന BEd സൗമ്യ ഉണ്ടാകുന്നേരം BEd പോകുമ്പോ ഇല്ല പോയില്ലേ? എന്നോട് അഭിപ്രായം ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് ബിസിനസ് ഉണ്ടല്ലോ. സ്ഥാപനമുണ്ട്. അതെ അതെ. അതുകൊണ്ട് ധൈര്യം വന്നു. പിന്നീടാണ് ഞാൻ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ശാശ്വതമല്ല. അതെ അതെ, ഇതാണ് ശാശ്വതം. അപ്പൊ ജയിക്കണം. ആടെ എങ്ങനെ ബന്ധം? പടശ്ശേരി അതല്ല ടീച്ചർ ചെയ്തു അല്ല മാനേജ്മെന്റ് ആയിട്ട് അങ്ങനെ ബന്ധം ഉണ്ടോ അതിന് മുമ്പേ? കുഴപ്പമില്ല അല്ലേ? റൂം കിട്ടിയില്ല. നല്ല ഡീലിങ്സ്. അവിടെ അനുഭവ ഡോക്ടർ നല്ല ഡീലിങ്സ്, നല്ല അവരല്ലേ? അവര് സെന്റ് മേരീസ് പഠിച്ച നാരായണ ഡോക്ടറെ മോള് ദ്വാരകാകൃഷ്ണൻ. ശരി. അതെയാ? ദ്വാരകൃഷ്ണന്റെ പിന്നെ മോളെ മോളായിക്കോ? അതെയാ? നമ്മള് മാഷ് എന്ന് പറയുമ്പോ പിന്നെ സൗമ്യ സെന്റ് മേരീസിലെ തമ്മിൽ പഠിക്കലുണ്ട്. നേരിട്ട് കാണണമെന്നില്ല. പിന്നെ വേറെന്ന് പറഞ്ഞാല് ഡോക്ടർ എന്ന് പറയുമ്പം ഇവള് ആയുർവേദമാണെങ്കിലും ഡോക്ടറാണല്ലോ. അതിൻ്റെ ഒരു റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതും പൊതുവെ ഗുണം ചെയ്തെന്ന് പറയാം. സതീശനല്ലേ? ഞാൻ കമലാക്ഷൻ. സതീശൻ പറയണ്ടേ? KPV എന്റെ ഹൗസിൽ ഒരു പയ്യൻ തബല വായിക്കുക എന്ന് പറഞ്ഞു. ഓനെ അറിയില്ല, തബല വായിക്കാൻ അറിയില്ല. എന്നിട്ട് മറ്റേ ഹൗസിൽ ഞാൻ പഠിപ്പിച്ചിട്ടാവും. ഓൻ നല്ല തബല നല്ല വായിക്കുന്നുണ്ട്. എന്നിട്ട് ഇവര് പഠിപ്പിച്ചു കൊടുക്കുന്നത് 2 മത്സരിച്ചിട്ട് ഇവര് പഠിച്ചു. കാരണം എൻ്റെ ഗുരുനാഥനല്ലോ വന്നു. പക്ഷേ സയൻസ് സ്റ്റുഡൻറ് നാരായണ നമ്പ്യാരായിരുന്നു. അതിനെല്ലാത്തിനും ഒരു കമലാക്ഷൻ മാഷ് എന്നെ സബ്ജക്റ്റ് എന്നെ തറവാക്കിയത് കമലാക്ഷൻ ഞാൻ പറഞ്ഞത് മൈക്കിൽ തന്നെ പറഞ്ഞു. അയാൾ കേൾക്കാൻ പറഞ്ഞതല്ല, എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞത്. നമ്മളൊരു ശരിക്കൊരു കുടുംബ എന്നിട്ട് ഞാൻ പരീക്ഷയുടെ സമയമാകുമ്പോ ഒരു 2 ദിവസം എന്റെ മോനെ 10ാം ക്ലാസ് പഠിക്കുമ്പോ ഞാൻ 2 ദിവസം BK രാമകൃഷ്ണ മാഷായിട്ട് സോഷ്യലി. അപ്പൊ മോനിപ്പോഴും പറയുന്നതാണ്
അയാളടുത്ത് കിട്ടിയ കോച്ചിങ് നടക്കില്ല. അയാളെ നേരത്തെ തന്നെ എല്ലാം കാച്ചി കൊത്തിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലതിനേക്കാളും സോഫ്റ്റാക്കി. കാരണം ഹിസ്റ്ററി മാതിരി പരത്തിയിട്ടോ ഇതിന് വേണ്ട കണ്ടന്റ് മാത്രം ആകെ സ്ഥലത്തേക്ക് എഴുതുന്ന പക്ഷെ മാസഞ്ച് കിട്ടും. എന്നിട്ട് സീനിയറിനായിട്ട് നിങ്ങളെ സമയത്ത് നോക്കിയാൽ മതി. ബാക്കിയൊന്നും പോയി. ശോഭ ടീച്ചർ അന്നേരം കുറ്റം പറയുന്നല്ല, കുറച്ച് വീക്കായിരുന്നു ഹിസ്റ്ററി. അപ്പോൾ ശോഭ ടീച്ചർ കുറച്ച് വീക്കാകുമ്പം മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ പറയണ്ട, നിങ്ങൾക്ക് എന്താവും. ഞാൻ പറഞ്ഞു ഞാൻ മാക്സിമം മാർക്ക് മേടിക്കാം, മാർക്സ് കൊടുക്കാം. മാർക്ക് മേടിച്ചു 45 മാർക്കെല്ലാം ജിയോഗ്രഫി കിട്ടാമെന്നത് അത്ഭുതമാണ് ആ സമയത്ത്. നീലേശ്വര സ്വന്തം വീട് ബസ് സ്റ്റാൻഡ്. വിനോദിനെല്ലാം ഇന്നലെ ഫോട്ടോയിൽ ഇല്ല 66 ജൂണില് 31 കൊല്ലം എന്ന് പറഞ്ഞാൽ 7 കൊല്ലം പാർട്ട് ടൈം ലീവിലാണ്. കുഞ്ഞ് എന്റെ കാലക്കേട് മുഴുവൻ അന്ന് അവസാനിച്ചു. അതിനോട് 7 കൊല്ലത്തോടെ അന്ന് സൗദാമിലുണ്ടാ 2 കൊല്ലം കഴിഞ്ഞെടുക്കുന്ന ചെറുകുന്നിലുണ്ടായി. ഇവിടെ അടുത്തത് മതിയാക്കി അടുത്തായില്ലേ. പക്ഷെ അത് എന്റെ ഒരു സൗകര്യം എന്ന് പറയാ, ആ 7 കൊല്ലം നമുക്ക് പെൻഷനിൽ കൂട്ടിയിട്ട് ശമ്പളം നമ്മൾ അന്ന് വാങ്ങിയ ശമ്പളത്തിൽ തരുള്ളൂ. ചില ഫുൾ പെൻഷൻ കിട്ടും. ഇവനെയും ആ ആനുകൂല്യം അല്ല. പക്ഷെ അവൻ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിട്ടില്ല. മാത്രമേ ആ ആനുകൂല്യം പീരീഡിന്റെ തിരുമ്പ് നോക്കുമ്പോ ആരെന്നറിയാം. ടീച്ചർ ചേരുമ്പോ അന്ന് നാരായണ മാഷുണ്ട്, നാരായണ മാഷ്, പിന്നെ പി ടി മാധവ മാഷ്, രാഘവൻ മാഷ്, കൊക്കർമത്തെ രാഘവൻ മാഷ്, പിന്നെ ഒരു സുകുമാരൻ മാഷ്, ഗോപാലകൃഷ്ണ മാഷ് ഇല്ല, ടീച്ചർ ഹെഡ്മാഷായിരുന്നു. അടിപൊളി മാഷ്. കടവ് കടന്നിട്ടോന്നാണ് ഗർഭച്ചൊക്കെ പോലുന്നല്ലേ കടവെടുക്കണ്ട. അന്നേരം ആടല്ലാണ്ട് വേറെ ഒന്നും അടിയില്ല. റോഡും കാര്യം ഒന്നുമില്ല. എപ്പൊ റോഡും പാടും വന്നതിനറിയാം. ഈ നടക്ക് പോത്രത്തെ കണ്ടു ഞാൻ 56 60 60നും 78നും 60ന് 10ാമത്തെ പോയി. എങ്ങനെ അറിയോ ഒരു പെരിച്ചായപ്പുഴ എന്ന് പറയുന്ന ആളെ പേര് കേട്ടു ഞാൻ. ഒരു ബേക്കറിക്കാരൻ എന്റെ വലിയ കാരണവർക്ക് വലിയ അടുപ്പാണ്. വേറെ വാഹനമില്ല നമ്മളെ നാട്ടിലൊന്നും. അയാള് അമ്മാമന്റെ കെയർ ഓഫിൽ വന്നിട്ട് ഞാനും അമ്മാമനും പിന്നെ കൂട്ടാപ്പൂട്ടാട്ടിനാണ് കിട്ടിയത്. കരിവള്ളൂർ വഴി ചുറ്റിയിട്ട് സ്കൂളിൽ വന്നിട്ട് 10 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് ഞങ്ങൾക്ക് 28 ദിവസം ഡോസ് ഒപ്പ് എടുക്കാം. മറ്റതിനപ്പുറം ഇല്ല. അതിൽ അധികമായ നമുക്ക് ആ 24 ശമ്പളം 28 ശമ്പളവും ഇല്ല. അതുകൊണ്ട് ചെയ്തത്. അപ്പം ജൂലൈ ആഗസ്റ്റ് 3 തുറക്കും. ജൂൺ 19 അടച്ചാല്
അത് കിട്ടാൻ വേണ്ടി വന്ന വഴി അതാണ്. അപ്പൊ പിന്നെ ഇവര് 60 മനം പറഞ്ഞാൽ കേടെ മുതൽ അവൾ 70 കൊണ്ടിരിക്കുക 70 കൊണ്ടിരിക്കാൻ പുറത്ത്. ഇത് ഇവനല്ല മറ്റോ ഇവൻ 67 മാർച്ച് 12 അല്ല നിത്യം സ്കൂളിൽ പോയി അന്നേരം നിത്യം സ്കൂളിൽ പോട്ടെ അന്നേരം അതെങ്ങനെ പോയി അന്നേരം കടവില്ലേ അതിലെ കണ്ടതാണ് ഞാൻ. ടീച്ചർ പോയ കൊല്ലം ടീച്ചർ സ്കൂൾ ചേർന്ന കൊല്ലം എത്ര ഡിവിഷൻ ഉണ്ടായി? 5, 6, 7. ഞാനും നല്ല ടീച്ചർ അല്ല ക്ലാസ് എത്ര ഉണ്ട്? 5ാം ക്ലാസ് എല്ലാം ഓരോ ഡിവിഷൻ 6-2 7-2 അതെ 7-1 5-2. അപ്പൊ 5-2 ആകുമ്പോ 4 പേര് 6 ഉണ്ടാകുമ്പോ 10 അല്ല 6 പീരീഡ് 7-1 13 പീരീഡേ ഉള്ളൂ. അപ്പൊ 7 ഒന്നില്ലേ 2ആക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല അന്നത്തെ കാലത്ത്. അത്രയും കുട്ടികളെ വിഷമിക്കും. 4 കുഞ്ഞുങ്ങളെ കുറവാമറ്റേ ഉണ്ടായിട്ടുള്ളൂ. ഈ 7 കൊല്ലം ഞാൻ അതും വെച്ചിട്ടാ നടന്നിന്. 7 കൊല്ലം കുറച്ച് കുട്ടികൾ കിട്ടിയാല് അങ്ങനെ ഫുൾ ടൈം ആവും അല്ലേ? 4 കുഞ്ഞുങ്ങളെ ഇക്കരയിൽ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്ന വെച്ചാൽ 3 ദിവസം ഞാൻ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ തന്നെ ഈ കടവും കിടന്നിട്ട് ഞാൻ പറഞ്ഞു വിടണ്ടേ. അതിനെ പഠിച്ചിട്ട് മെനക്കെട്ടില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഇടുന്നെങ്കിൽ ഒരു 4 കുഞ്ഞുങ്ങളെ മെനക്കെട്ടി പിടിച്ചിട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ 3 ദിവസം ഞാൻ ഒപ്പനുണ്ടാവും. പിന്നെ 2 ദിവസം അവർ തന്നെ കൊണ്ടേ. രണ്ടാണെങ്കിലും ഉണ്ട് പെണ്ണ് കണ്ടുകൊണ്ടില്ലേ 2 ആണും 1 പെണ്ണും. മോള് പഠിക്കുന്നു PhD ഞാനാ ഞാൻ 2-3 തവണ പോയി വന്ന് ഞാൻ കൈകൊള്ളൂരിനൊപ്പം കൈകൊള്ളൂരിൽ നിന്നാണെന്നേക്ക് രാവിലെ കുളിക്കാനുണ്ട്. പൂക്ക് രാവിലെ പോണ്ടേ ചൂടുവെള്ളം പൊക്കിയും കുളിക്കുകയല്ല. ഞാൻ നേരം അതിന് സൗകര്യമില്ല. നദി പടഞ്ഞു വരും. കൂടാതെ ലീവ് അടിച്ച് ലീവെടുത്ത് നേരം പുറത്തേക്ക് വരുന്നുണ്ട്. മോള് എവിടെ ജോലി ചെയ്യുന്നത്? വിനയന്റെ ഭാര്യ സമയത്ത് ആ സമയത്ത് അവിടുത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയായിരുന്നു? നല്ലോണം പഠിക്കുന്ന കുട്ടികളായിരുന്നു? പഠിക്കുന്ന കുട്ടികളായിരുന്നു. 5ാം ക്ലാസ് വരെ 5ാം ക്ലാസ് LP ഉണ്ടായിരുന്നു. 4 6ാം ക്ലാസ് ആയിട്ടല്ലേ 5 വരെ LP ആണ്. 5 വരെ പഠിക്കുന്നതിനാണ് കുഞ്ഞാട്. പിന്നെ വേറെ പെണ്ണുങ്ങളോട് ഒരിക്കലും പഠിക്കാൻ പോകില്ല. ഞങ്ങേതും പോയ പിന്നെ കുഞ്ഞാട് UP ക്ലാസ് മുന്നിട്ട് ആദ്യമായി ചേർന്ന് നമ്മളെ KCIജിയിലും കൂടെ ആഴ്ചേനെ അറിയുമ്പോൾ എല്ലാവരും പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു സമയം അല്ലേ? അത് ഞാൻ ഹൈസ്കൂളിൽ ചേർന്ന് ആദ്യമായിട്ട് ചേർന്ന എല്ലാവരും പൊതുവെ പഠിക്കാതായി. ഇപ്പോഴത്തെ മാറ്റം വന്നില്ലേ? ഇപ്പം എല്ലാ കുട്ടികളും നല്ലോണം പഠിക്കാൻ തുടങ്ങി. ഒന്നും അറിയില്ല. മക്കളൊക്കെ നല്ലോണം നമ്മളിപ്പോഴത്തെ മുഹമ്മദും നിങ്ങളെ മാനേജറില്ലേ KCIജിയിലെ അതന്നെ മാനേജർ തന്നെ ഇപ്പം ആദ്യം ഒരാഴ്ച 3 മക്കളെ ഒരു 3 നല്ലോണം പഠിക്കും. അങ്ങനെ ഓരോന്നും പഠിക്കും. ഓരോ വീട്ടിലും വരുന്നു. 80 ഞാൻ തോന്നുന്നു സാധ്യത. ഞാൻ 80 തോന്നുന്നുണ്ട്. സ്കൂളിൽ അവിടുന്ന് ബന്ധപ്പെട്ടി ചേർന്നില്ലേ? അപ്പം ഈ ഓപ്പ് പോസ്റ്റില്ല. അപ്പൊ എന്നെ സ്ഥലമാറ്റേണ്ട വട്ടം കുട്ടി വരും. അപ്പൊ ഞാൻ മാനേജടുത്ത് പോയി. മാനേജടുത്ത് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര അടുത്ത് സൗകര്യം ഉണ്ടായിട്ടില്ല, ഇതെല്ലാം മാറ്റി എവിടെയെങ്കിലും കൊണ്ടിട്ട് അപ്പം നാരണമാസോട് പറയും പറഞ്ഞു. നാരണമാസോട് വന്നിട്ട് എയ്യോണം എടുത്ത് പറഞ്ഞിട്ട് ഞാനും നല്ല ടീച്ചർ കൂടി എയ്യോണ്ട് എടുത്തു വൈകുന്നേരം സ്കൂൾ കുട്ടികൾ. അപ്പോൾ അയാൾ പറഞ്ഞു നാളെ മുതൽ ഇവിടത്തേക്ക് വന്നോ മിഷൻ സ്കൂളിൽ. അങ്ങനെ മിഷൻ സ്കൂളിൽ ഗവൺമെന്റ് എടുത്തിന് അല്ല ഇപ്പറും അപ്പുറം കൂടി ടീച്ചർ പിരിയുന്ന സമയത്ത് അടുത്ത അച്ഛന്മാരാണ് മാധവ നമ്പൂരി മാഷ. അതിന് മുമ്പില് ശ്രീനാരായണ നമ്പ്യാർ ഉണ്ടായിട്ടേ. ലാസ്റ്റ് പിരിയുമ്പം മാധവ നമ്പൂതിരി. ഞാൻ പോയപ്പോഴാണ്
വിഷമമൊന്നുമില്ല. 2 ഡോക്ടറെ കാണുന്നില്ല. 2 ഡോക്ടറെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളെ 3 മാസം കൊടുക്കുമ്പോൾ എന്നാലും ഞാൻ എങ്ങനെ ആയാലും ഓടി വെച്ച് നടക്കും. ഞാൻ മരുന്ന് കഴിയിട്ടോ 28-ന് പോകുന്നതിനുള്ളത് ഞാൻ 2-3 പോയി നടത്താൻ കഴിയുമ്പോഴും ഓട്ടോ പിന്നെ പോയി 3 പ്രാവശ്യം ഞാൻ പോയി